മുന്നോട്ടു പോകുന്നു എന്നറിയാതെ ഈ വർഷവും കേളകം പഞ്ചായത്ത് അതിരിടുന്ന ചീങ്കണ്ണിപ്പുഴയരികിലൂടെ ആൽബട്രോസ് ശലഭങ്ങളുടെ ദേശാടനം തുടങ്ങി. കോമൺ ആൽബട്രോസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ശലഭങ്ങളാണ് ആറളം കാടുകളിലൂടെ ദേശാടനം നടത്തുന്നതിൽ കൂടുതലും. എല്ലാ വർഷവും നവംബർ ആദ്യവാരത്തോടെ തുടങ്ങി ഫെബ്രുവരിയോടെയാണ് ഇവയുടെ ദേശാടനം അവസാനിക്കുന്നത്. ഈ വർഷം ഡിസംബറോടുകൂടിയാണ് ചെറുകൂട്ടങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. കർണാടകയോട് ചേർന്ന് പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും പറന്നിറങ്ങുന്ന ഇവ ചീങ്കണ്ണിപ്പുഴയോട് ചേർന്ന പ്രദേശങ്ങളിലെ ചെറുചെടികളിലും പൂവുകളിലുമായാണ് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുക. 10-15 എണ്ണമുള്ള കൂട്ടങ്ങളും പുഴയരികിലൂടെ പറന്നുപോകും. ഡിസംബർ അവസാനത്തോടെ വലിയ കൂട്ടങ്ങളുടെ പ്രയാണം തുടങ്ങും. രാമച്ചി, നരിക്കടവ്, പൂക്കുണ്ട് ഭാഗങ്ങളിലെത്തി ചെളിയൂറ്റലിന് വേണ്ടി കൂട്ടം കൂട്ടമായി ഇവ ഒത്തുചേരും. മഡ്പടലൻ എന്നറിയപ്പെടുന്ന ഈ വെയിൽക്കായലിലൂടെ പൂമ്പാറ്റകൾ മണ്ണിലെ ലവണാംശത്തെ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ചെളിയും മണ്ണും മൃഗകാഷ്ടവും ഉള്ള ഇടങ്ങളാണ് ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നത്. മിനിറ്റിൽ ആയിരക്കണക്കിന് ആൽബട്രോസ് ശലഭങ്ങളാണ് ഈ വർഷവും ദേശാടനം നടത്തുന്നത്. ചില വർഷങ്ങളിൽ ഇത് 10,000-ത്തിലും അധികമായിരുന്നു. ഇപ്പോൾ കൂട്ടമായി വിശ്രമിക്കുന്ന ഇവയെ കാണുന്നതിനായി പരിസ്ഥിതി സ്നേഹികളും ചിത്രശലഭ നിരീക്ഷകരും എത്തിത്തുടങ്ങി. കേളകം പഞ്ചായത്ത് നേതൃത്വത്തിൽ ആരംഭിച്ച ഇക്കോ ടൂറിസം സൊസൈറ്റി ഇവയെ കാണാനെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനും പാലുകാച്ചിമല സന്ദർശിക്കാനുമൊക്കെ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കിലോമീറ്റർ കണക്കിന് നിർമ്മിച്ച ആനമതിലിലൂടെയുള്ള യാത്രയും ഇതോടൊപ്പം സാധ്യമാണ്. എല്ലാ വർഷവും ദേശാടനം നിരീക്ഷിക്കാനായി ആറളം വന്യജീവി സങ്കേതത്തിൽ ശലഭ നിരീക്ഷണ ക്യാമ്പ് നടത്താറുണ്ട്.